Hi friends, Assalamu alaikum. Welcome back to my channel THAHI'S Bake World. ഇന്ന് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് നല്ലൊരു പുതിയ തരം സ്നാക്സുമായിട്ടാണ്. എഗ് ക്യാപ്പ്. വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഈ സ്നാക്ക് എങ്ങനെ ഉണ്ടാക്കിയെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് മുളക് പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഒരു പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ചേർത്ത് ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഇഫ്താറിനൊക്കെ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്നാക്സാണ്. ഈ റെസിപ്പി എനിക്ക് പറഞ്ഞു തന്നത് എൻ്റെ സിസ്റ്ററാണ് സാറുമാലി. ചിക്കൻ ഇവിടെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടി 3 ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതൊരു പാനിലേക്ക് 2 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ച് ഇതൊന്ന് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി ചെറുതായി ഒന്ന് വാടി വരുമ്പോൾ അതിലേക്ക് ഒരു 3-4 വെളുത്തുള്ളി, ഒരു ചെറിയ പീസ് ഇഞ്ചി, ഒരു 2 പച്ചമുളക് ഇവയൊക്കെ ഒന്ന് പേസ്റ്റാക്കി എടുത്തത് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും ചേർത്ത് നന്നായിട്ടൊന്നുകൂടി വഴറ്റിയെടുക്കണം. ഇഞ്ചിൻ്റെയും വെളുത്തുള്ളിൻ്റെയൊക്കെ പച്ചമണം മാറി കിട്ടുന്നതുവരെ നന്നായിട്ട് വഴറ്റുക. ഇനി അതിലേക്ക് അല്പം ഗരം മസാലപ്പൊടി ഇടുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് മല്ലിയില കട്ട് ചെയ്തതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. പുള്ളി മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഈ സ്നാക്സിന് ആവശ്യമായിട്ടുള്ള ഒരു ബാറ്റർ റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ഒരു മിക്സിയിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 കപ്പ് മൈദ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഒരു 2.5 കപ്പോളം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് അടിച്ചെടുക്കണം. ഒരു ചിക്കൻ റോളിനൊക്കെ ഞങ്ങൾ തയ്യാറാക്കുന്ന ആ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കണം ഈ ബാറ്റർ ഉണ്ടായിരിക്കേണ്ടത്. ഈ ഒരു തിക്നെസ്സിലാണ് വേണ്ടത്. അതിനാവശ്യമായിട്ടുള്ള വെള്ളവും ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് അടിച്ചെടുക്കാം. ഇനി ഈ ഒരു ഉണ്ണിയപ്പൊക്കെ ചുടുന്ന ഈ ഒരു പാത്രത്തിലാണ് ഞങ്ങൾ ഈ സ്നാക്സ് ഉണ്ടാക്കിയെടുക്കുന്നത്. അതിനായിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ പകുതിയോളം ഈ തയ്യാറാക്കി വെച്ചിട്ടുള്ള ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിന് മുകളിലേക്ക് പെട്ടെന്ന് തന്നെ കുറച്ച് ഉള്ളി മസാല ഇട്ട് കൊടുക്കാം. പെട്ടെന്ന് ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ സെറ്റായി പോവും. അപ്പോൾ എല്ലാത്തിലേക്കും കുറച്ച് ഉള്ളി മസാല ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഒരു 2 പീസ് ചിക്കൻ ഫ്രൈ ചെയ്തത് ഇട്ട് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്, ഇത് വേണ്ടെങ്കിൽ ഒഴിവാക്കാം. ഉള്ളി മസാല മാത്രം ഇട്ടിട്ട് തയ്യാറാക്കാവുന്നതാണ്. ഇനി ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുന്നതിന് വേണ്ടി ഞാൻ കുറച്ച് മുട്ട ബോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് അത് ഒരു 4 പീസസായി കട്ട് ചെയ്ത് അതിൽ നിന്ന് ഓരോ പീസ് ഇതിലേക്ക് വെച്ച് കൊടുക്കുക. ഇതിന് മുകളിലേക്ക് വെച്ച് കൊടുക്കുക. മുട്ടയൊക്കെ വെച്ച് കൊടുക്കുമ്പോഴേക്ക് തന്നെ താഴ്ഭാഗമൊക്കെ വെന്തിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ട് കൊടുത്താൽ ഇത് കൂടുതൽ ടൈമൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഒരു 1-2 മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്ക് ഒന്ന് തിരിച്ചിട്ട് ഇത് പാനിൽ നിന്ന് എടുക്കാവുന്നതാണ്. പിന്നെ ഇത് കാണുന്നവരിൽ ആരെങ്കിലും എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അങ്ങനെ ഞങ്ങളുടെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഈ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും തന്നെ കമൻസായിട്ട് എന്നെ അറിയിക്കുക. ഇനി കൂടുതൽ വീഡിയോകളുമായിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. ഓക്കെ, താങ്ക് യു.